എല്ലാവർക്കും ആഷ്ബിക്രേഷ്യൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് യോക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുക്കീസിൻ്റെ കട്ടർ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്ത് കാര്യമായാലും മതി, നമുക്കൊന്ന് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അത് ഡാർക്ക് പിങ്ക് കളറിലെ സിൽക്ക് ത്രെഡ്, ലൈറ്റ് റോസ് കളറിലെ സിൽക്ക് ത്രെഡ്, പിന്നെ പാരഗ്രീൻ കളറിലെ സിൽക്ക് ത്രെഡ്, ഇത്രയും ത്രെഡ്സാണ് നമുക്കിവിടെ വേണ്ടത്. പിന്നെ നമുക്ക് സീക്വൻസ് വേണം, ചെറിയ റോസ് കളറിൽ സീക്വൻസ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ 8 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്, നോർമൽ നീഡിലും. മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ കുക്കീസ് കട്ടർ വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ പിക്ചറിൽ ചെയ്തിരിക്കുന്നത് കുറച്ച് വലിയ റൗണ്ടാണ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു റൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കിതുപോലെ ഒരു ചെറിയൊരു റൗണ്ട് കൂടെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള റൗണ്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു റൗണ്ട് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്ക് അവിടെ ഒരു പോയിൻ്റ് കൊടുക്കണം, അവിടെ നമുക്കൊരു ഫ്ലവർ വരുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് ലീഫ് കൊടുക്കണം, പിന്നെ നമ്മൾ റൗണ്ട് ഇടണം. അങ്ങനെയാണ് ആ ഒരു റൗണ്ട് ഫില്ല് ചെയ്യേണ്ടത്. അത് നമുക്ക് ആ റൗണ്ടിൽ ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ് ഫ്രഞ്ച് നോട്ട്. ഇതിൽ 2 പ്രാവശ്യം ഒന്ന് നോട്ടിട്ട് അടിയിലേക്ക് വലിച്ചാൽ മതി. ഇതിലെടുത്തിട്ട് 2 പ്രാവശ്യം ഒന്ന് നോട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഭാഗത്ത് തന്നെയായിട്ട് നീഡിലിറക്കിയാൽ മതി. ഇതുപോലെ നമ്മൾ ആ ഒരു റൗണ്ടില്ലേ, ആ റൗണ്ട് ഫുള്ള് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇതിന് പ്രത്യേകിച്ച് വലിയ സ്റ്റിച്ചസും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ പിന്നെ ആങ്കർ ത്രെഡ്സ് അടിക്കുന്നെങ്കിൽ 6 സ്ട്രാൻഡ്സിൽ തന്നെ ത്രെഡ് എടുക്കണം ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ. പിന്നെ ബാക്കിയുള്ള ലീഫൊക്കെ ചെയ്യുമ്പോൾ ഒരു 4 സ്ട്രാൻഡ്സിലൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടി ഒരു കട്ടി കുറഞ്ഞ് കിട്ടും നമുക്ക്. ആങ്കർ ത്രെഡ്സ് ആണെങ്കിൽ, സിൽക്ക് ത്രെഡ്സ് ആണെന്നുണ്ടെങ്കിൽ 8 സ്ട്രാൻഡ്സിൽ തന്നെ എടുത്താൽ മതി ത്രെഡ്സ് എല്ലാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ലീഫാണ് ചെയ്യുന്നത്. ലീഫ് ചെയ്യുമ്പോൾ ആ സെൻറ്ററിലാണ് വേണം നമ്മൾ ത്രെഡ് എടുക്കാനായിട്ട്. എടുത്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട്, ലോങ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ എടുത്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് ആ മുകളിലൊന്ന് എടുക്കണം. അടിയിലേക്ക് നീഡിലും ത്രെഡും കൂടി വലിക്കണം. ഇതുപോലെ വരും. എന്നിട്ട് വീണ്ടും നമ്മൾ ആ എടുത്തില്ലേ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് ആദ്യം ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് നീക്കി ചരിച്ചു കൊണ്ടുവരണം. ചരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരുപാട് അകലത്തിൽ അടിയിലേക്ക് എടുക്കരുത്. ഓരോ സ്റ്റിച്ച് ചെയ്യണതിൻ്റെയും തൊട്ടടുത്തായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ ആ ലീഫ് കിട്ടത്തുള്ളേ. ഇതുപോലെ കണ്ടോ, ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. ലീഫിൻ്റെ സ്റ്റിച്ച് കഴിഞ്ഞു. നമ്മൾ ഈ സ്റ്റിച്ചിന് പറഞ്ഞ പേര് ലോങ് ഫ്രഞ്ച് നോട്ട് എന്നാണ് കേട്ടോ. ഫ്രഞ്ച് നോട്ടാണ് ഫ്ലവർ ചെയ്തത്, പിന്നെ ലീഫ് ചെയ്തിരിക്കുന്നത് ലോങ് ഫ്രഞ്ച് നോട്ട്. പിന്നെ ഞാൻ അവിടെയായിട്ടൊരു ഡോട്ട് കൊടുത്തിരുന്നല്ലോ, അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ലീഫ് ചെയ്തില്ലേ, ആ ലീഫ് ചെയ്ത സെയിം സ്റ്റിച്ചത്തിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ഇവിടെ ഇപ്പോൾ ചെറിയൊരു റൗണ്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത്രയും സ്ഥലം കിട്ടാത്തത്. നിങ്ങൾ മെറ്റീരിയൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള റൗണ്ട് ചെയ്യണേ, എങ്കിലേ നമുക്ക് ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ 2 റൗണ്ടിന് ഇടയ്ക്ക് നിൽക്കുന്ന വിധത്തിലാണ് ഇപ്പം ഞാനിത് ചെയ്തിരിക്കുന്നത്.
നാല് സൈഡിലായിട്ട് ചെയ്തിട്ട് സെൻറ്ററിലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്യാപ്പ് വന്നില്ലേ, ഗ്യാപ്പ് വന്ന ഭാഗത്തൊക്കെ ഒരു ലോങ് നോട്ട് കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സീക്വൻസ് എടുത്തില്ലായിരുന്നോ, സീക്വൻസ് വെച്ചിട്ടുള്ള സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇതുപോലെ സീക്വൻസ് എടുത്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ത്രെഡ് ചുറ്റണം. എന്നിട്ട് ആ ഗ്യാപ്പില്ലേ സീക്വൻസിൻ്റെ അതിൻ്റെ അടിയിൽ കൂടി എടുക്കണം. അപ്പോൾ അത് ഫിക്സായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഒരു എന്താ പറയുക സീക്വൻസിന് ഒരു ഭംഗിയും കിട്ടും, ഒരു ഫ്ലവറൊക്കെ നിൽക്കണ പോലെ തന്നെ ഒരു ഭംഗി കിട്ടും. അപ്പോൾ ഇടയ്ക്കായിട്ട് അതിട്ട് ചെയ്ത് കൊടുക്കണേ. ഇനി വേണ്ടത് ഞാൻ സിൽവർ കളറിലെ ട്യൂബിൾസ് അധികം കാണിച്ചില്ലായിരുന്നു, നമുക്കതും കൂടെ വേണം. ഞാൻ അത് വിട്ടുപോയായിരുന്നു. ഇത് അതും കൂടെ നമുക്കത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെയുള്ള ഭാഗത്ത് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം. പിന്നുള്ള ബാക്കി കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ഒരുപാട് അങ്ങ് അടുപ്പിച്ച് വേണ്ട, കുറച്ച് അകലത്തിലൊക്കെ ചെയ്തിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ട് തന്നെ റോസ് കളറിലെ ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും നമ്മുടെ ഈ ഒരു ഡിസൈന്. ഇതാണ് നമ്മളുടെ ഫൈനലായിട്ടുള്ള ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൻ കൂടിയുണ്ട്, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ.